ഞാനിപ്പോ ഒരുപാട് നമ്മുടെ മലയാളം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഇടയിൽ തന്നെ ചില വീഡിയോസ് കാണുന്നുണ്ട്. അതായത് ചിലർ വന്നിട്ട് ഈ മഞ്ഞ ജേഴ്സി ഞാൻ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ഈ ടീമിനോട് വലിയ കൂറുള്ളതുകൊണ്ടൊന്നും അല്ല. എന്നിട്ട് പുറകിലത്തെ പേര് കാണിക്കുന്നു, സഞ്ജു സാംസൺ. ഈ ഒരു ഒറ്റ പേരുള്ളത് കൊണ്ടാണെന്നൊക്കെ. എന്ത് ലോയലിറ്റി ആണോ ഇതൊക്കെ? ഇതൊക്കെയാണോ ലോയലിറ്റി എന്ന് പറയുന്നത്? അപ്പം ഞാൻ ഫുട്ബോൾ കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഫാൻസ് അല്ലെങ്കിൽ ലോയലിറ്റി എന്ന് പറയുന്ന സാധനം, അവിടെ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലെയേഴ്സ് വരും പോകും, മാനേജേഴ്സ് വരും പോകും, ഓണേഴ്സ് വരും പോകും, പക്ഷെ ക്ലബ്ബ് എന്നും അവിടെ ഉണ്ടാകും. അത് നമ്മുടേതാണ് ക്ലബ്ബ്. ക്ലബ്ബ് ഈസ് സ്റ്റിൽ ദെയർ. സോ ആ ക്ലബിനെ വർഷങ്ങളായി അല്ലെങ്കിൽ അവരുടെ വീഴ്ചയിലും തകർച്ചയിലും ഉയർച്ചയിലും ഒക്കെ കൂടെ നിൽക്കുന്നവരെയാണ് ലോയൽ ഫാൻസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു പ്ലെയർ വരുമ്പോൾ അവന്റെ കൂടെ അപ്പുറത്തെ ക്ലബ്ബിൽ പോവുക, അവൻ അവിടുന്ന് അടുത്ത ക്ലബ്ബിൽ പോകുമ്പോൾ അടുത്ത ക്ലബ്ബിൽ പോവുക. സോ അതിനെ ഒരു ക്ലബ് ഫാനിസം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു പ്ലെയറുടെ പുറകെ നടക്കുന്ന ഒരു പരിപാടി, ഒരു പ്ലെയറിനെ ഭയങ്കര ഇഷ്ടമാണ്, അവന്റെ കൂടെ നടക്കുന്നു. സോ അതൊരു ലോയലിറ്റി പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ പ്ലെയർ വിരമിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത പ്ലെയറിനെ പിടിക്കുമായിരിക്കും അല്ലേ? അപ്പോ അതിനെ ലോയലിറ്റി എന്നല്ല പറയുന്നത്, അതിനെന്ത് പേരാ പറയുന്നത് എനിക്ക് അറിയില്ല. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.